എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തി അനുഭവിച്ചറിഞ്ഞവരാണ് സകല വിശുദ്ധരും. എന്നും നമുക്കായി ദൈവത്തിരുമുമ്പിൽ പ്രാർത്ഥനകളുമായി നിൽക്കുന്ന ഒരു മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ സഹായം അപേക്ഷിച്ച് ജീവിതം മുൻപോട്ട് നയിക്കുന്ന അനേകർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. എൻ്റെ പേര് ഗീവർഗീസ് ഒരുപ്പുറം. ഞാൻ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന സ്ഥലത്തിനടുത്ത് താമസിക്കുന്നു. മാവേലിക്കര മലങ്കര കത്തോലിക്ക രൂപതയിൽ ഇടനാട് അത്ഭുതമാത ദേവാലയത്തിലെ അംഗമാണ് ഞാൻ. പരിശുദ്ധ അമ്മയുടെ സ്നേഹവും കരുണയും എല്ലാം കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ച് വളരുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് 6 മക്കളായിരുന്നു. 6 മക്കളിൽ 5ാമത്തെ മകനായിരുന്നു ഞാൻ. കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ വാത്സല്യവും സ്നേഹവും ഭക്തിയുമുള്ള മാതാപിതാക്കളെയായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് സഭയിലെ അംഗമായിട്ട് ജനിച്ചു വളർന്ന ആളായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയെ ഏറ്റവും അധികമായി ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്നത് കണ്ടു വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞങ്ങളുടെ സഭയിൽ തന്നെ പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ ഭക്തി ഉണ്ടായിരുന്നു. എല്ലാ ശുശ്രൂഷകളും ആരംഭിക്കുന്നത് കൗമ ചൊല്ലിക്കൊണ്ടാണ്. ആ കൗമയിൽ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് കൃപ നിറഞ്ഞ മറിയമേ സമാധാനം എന്ന് പറയുന്ന പ്രാർത്ഥന. 8 നോയമ്പിൽ സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ എൻ്റെ അപ്പച്ചൻ വളരെയേറെ ത്യാഗം സഹിച്ച് മണർകാട് പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പോയിരുന്ന് 8 ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിശുദ്ധ അമ്മയോട് സ്നേഹത്തിൽ വളർന്നു വരുവാനായിട്ട് സാധിച്ചു എങ്കിൽ പോലും എൻ്റെ യൗവന കാലഘട്ടത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിൽ നിന്നൊക്കെ വിട്ട് ഞാൻ ഈ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരനുഭവം ഉണ്ടായി. ക്രമേണ ഞാൻ കൂട്ടുകാരുമായി ചേർന്ന മദ്യപാനം, പുകവലി, അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ച ഒരു പാപത്തിൻ്റെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ചേർന്ന് അക്രമ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. അവസാനം എൻ്റെ ജീവിതം ചെന്നെത്തിയത് വലിയ നിരാശയുടെ പടുകുഴിയിലായിരുന്നു. ആ നിരാശയുടെ ബന്ധനത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ പല പ്രാവശ്യം ജീവിതം മടുത്ത് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ശരീരത്തിൽ മാരകമായ വിഷം കുത്തിവെച്ച് മരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിച്ചു. നാടുവിട്ടു പോയി. കേരളത്തിന് പുറത്ത് ചെന്നൈയിൽ വെച്ച് അവിടെ വെച്ച് മരിക്കാൻ വേണ്ടി ഞാൻ നാടുവിട്ടു പോയി. അവിടെയെല്ലാം ഞാൻ പരാജയപ്പെടുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാപിതാക്കളുടെ പരിശുദ്ധ അമ്മയോടുള്ള ആ ഭക്തിയും പ്രാർത്ഥനയും ആയിരിക്കണം എന്നെ ആ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചത് എന്ന് ഞാൻ ഇന്ന് എനിക്ക് വിശ്വസിക്കാൻ, എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനങ്ങനെ ദൈവത്തിൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടി പരിശുദ്ധ അമ്മയോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 1992 ജീവിതം മുഴുവൻ നിരാശയ്ക്കടിപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് ജീവിതം മടുത്ത് മരിക്കാൻ ശ്രമിച്ചിട്ട് മരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയ സമയത്തായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ ഒരു ദേവാലയത്തിൽ വെച്ച് വലിയൊരു ബൈബിൾ കൺവെൻഷൻ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ അച്ഛന്മാർ നയിക്കുന്ന കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷനിലേക്ക് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒരുപാട് പ്രേരിപ്പിച്ചു പോകാനായിട്ട്. അങ്ങനെ ആ കൺവെൻഷന് ഞാൻ എൻ്റെ വീട്ടുകാരുടെ പ്രേരണ കൊണ്ട് മാത്രം, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് ഞാനൊന്ന് പോയതാണ്. ആ കൺവെൻഷന് വെച്ച് കർത്താവിൻ്റെ ഒരു വചനം ഒരു ഗാനരൂപത്തിൽ കേട്ടപ്പോൾ അതെന്നെ ഒത്തിരിയേറെ എന്നെ സ്വാധീനിച്ചു. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതിരിക എന്നുള്ള ഗാനമാണ് ഞാൻ അവിടെ വെച്ച് കേട്ട് എൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തത്. ദൈവം എന്നെ നോക്കി കരയുന്നു, എൻ്റെ പാപത്തെ ഓർത്ത് കരയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ
ഒരു കുഞ്ഞിനെ പോലെ ഞാൻ വാവിട്ട് നിലവിളിച്ചു. ഞാൻ ആ കൺവെൻഷൻ പന്തലിൽ പോയിരുന്നു. ഞാൻ കരയാൻ തുടങ്ങി. ദൈവമേ, നിന്നെ വേദനിപ്പിച്ച പാപിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ കൺവെൻഷൻ ദിവസങ്ങളിലെല്ലാം 5 ദിവസവും ഞാൻ ആ കൺവെൻഷന് പങ്കെടുത്തു. അവിടെ കേട്ട തിരുവചനങ്ങൾ എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ള വചനമൊക്കെ എന്നെ ഒത്തിരിയേറെ എന്നെ സ്വാധീനിച്ച വചനങ്ങളായിരുന്നു. അങ്ങനെ ആ കൺവെൻഷനിൽ വെച്ച് ഞാൻ കർത്താവിൻ്റെ ആ സ്നേഹ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ ഇടയാകുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എൻ്റെ മാതാപിതാക്കൾ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ കർത്താവ് സ്വീകരിച്ചതിൻ്റെ അടയാളമായിരിക്കണം അത്. അങ്ങനെ ആ കൺവെൻഷനിൽ വെച്ച് ഒരു ദൈവാനുഭവം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ, പാലായിലുള്ള താബോർ ധ്യാന കേന്ദ്രത്തിൽ യുവതി യുവാക്കൾക്ക് വേണ്ടിയുള്ളൊരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇടയായി. ആ ധ്യാനത്തിൽ വെച്ച് എൻ്റെ ജീവിതത്തിലെ എല്ലാ പാവങ്ങളും കർത്താവ് എനിക്ക് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണിച്ചു തന്നു. 10 പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവിടെ വചനം പങ്കുവെച്ചപ്പോൾ വിശുദ്ധ ബൈബിളിൽ ദൈവം ചെയ്യരുതേ എന്ന് പറയുന്ന ഓരോ മേഖലകളും ഞാൻ ആ പാവമൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ എനിക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട വ്യക്തിയെ പോലെ ഞാൻ ധ്യാനഗുരു അച്ഛനോട് ചെന്ന് ഇതൊക്കെ പങ്കുവെച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തി. ആ കുമ്പസാരത്തിൽ എൻ്റെ പാവങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റുപറഞ്ഞു. ഈശോയുടെ സന്നിധിയിൽ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഈശോയെ, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും നീയാ. ഇനി മുതൽ നിനക്ക് വേണ്ടാത്തതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ മദ്യപാനം, പുകവലി എല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കുമ്പസാരം, സത്യകുമ്പസാരം അതായിരുന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥനയിലൊക്കെ സംബന്ധിച്ചിട്ട് ധ്യാനമൊക്കെ തീർന്ന് വീട്ടിൽ വരുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ഞാൻ വന്ന് കയറുമ്പോൾ അവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല എനിക്ക് ഒരു വലിയ മാനസാന്തരം ഉണ്ടായി കാണുമെന്ന്. പക്ഷേ അവർ പിന്നീട് കാണുന്നത് പ്രാർത്ഥിക്കുന്ന എന്നെയായിരുന്നു. ബൈബിള് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന, നിശബ്ദമായൊക്കെ പ്രാർത്ഥിക്കുന്ന എന്നെ കാണുവാനായിട്ട് അവർക്ക് സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ മാറ്റം അവർ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ 1992 എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അതിനുശേഷം ഇന്ന് വരെ മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളിലൊന്നും പോകാതെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട്, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കടന്നു വന്ന് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ഇന്നും ആ സ്നേഹാനുഭവത്തിൽ തന്നെ കർത്താവിനെ കൈപിടിച്ച് നടത്തുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിന്ന് എന്നെ നയിക്കുന്ന അനുഭവങ്ങളാണ് എനിക്ക് ഒത്തിരിയേറെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ജപമാല വഴി ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറുന്നത് അനുഭവിച്ചറിഞ്ഞ ഒരു ജീവിതത്തിനുടമയാണ് ഇദ്ദേഹം. ഒരു വചനപ്രഘോഷകനായ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ പരിശുദ്ധ അമ്മയുടെ സഹായം നിരന്തരമുണ്ടായിരുന്നു. 1992 ഞാൻ നവീകരണ അനുഭവത്തിൽ കടന്നു വന്നു. അതിനുശേഷം പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു. 94 എൻ്റെ വിവാഹം നടക്കുകയാണ്. ഒത്തിരിയേറെ വലിയ ഭക്തയായ ഒരു പെൺകുട്ടിയാണ് ദൈവം എനിക്ക് ജീവിത പങ്കാളിയായി തന്നത്. അതുകൊണ്ട് തന്നെ അവളിലൂടെ ഞാൻ ഒത്തിരി ജപമാല ചൊല്ലുവാനായിട്ട് ഞാൻ പഠിച്ചു. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ധാരാളമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ക്രമേണ എൻ്റെ മാതാപിതാക്കളും ജപമാല ചൊല്ലാനായി തുടങ്ങി. അങ്ങനെ ആ ജപമാല ഭക്തിയിലേക്ക് ഞങ്ങളുടെ കുടുംബം മുഴുവൻ കടന്നു വരികയായിരുന്നു. പരിശുദ്ധ അമ്മ നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമുണ്ട്. ഭക്തിയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുക്കമുള്ള മരണം ഞാൻ നൽകുമെന്ന്. 2008 എൻ്റെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ 2008 സെപ്റ്റംബർ മാസം 3-ാം തീയതി എൻ്റെ അമ്മച്ചിയും സെപ്റ്റംബർ മാസം 12-ാം തീയതി എൻ്റെ അപ്പച്ചനെ 10 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ മരിക്കുമ്പോൾ രണ്ടുപേരും വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, രോഗീലേപനം സ്വീകരിച്ച് നല്ല ഒരുക്കത്തോടുകൂടി മരിക്കാനുള്ള കൃപ കർത്താവ് കൊടുത്തു. പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം
എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് അത് നിറവേറ്റിയതെന്ന് ഞാൻ ഓർത്ത് ഞാൻ കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുകയാണ്. അതിനുശേഷം എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഞാൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന എൻ്റെ ആത്മീയ പിതാവ് കൂടിയായിരിക്കുന്ന അഭിമന്യ സാമുവേൽമാർ ഐറേനിയസ് പിതാവ് ഒരിക്കലിങ്ങനെ പ്രസംഗിച്ച് കേട്ടു. പരിശുദ്ധ അമ്മ വചനത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. വചനമാകുന്ന ദൈവത്തെ ഉദരത്തിൽ വഹിക്കാൻ ജീവിതം സമർപ്പിച്ചവളാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് വചനം പഠിക്കുന്നവർക്ക് അത്ഭുതകരമായ വചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ലഭിക്കുമെന്ന്. ഞാൻ അതിനുശേഷം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് വചനം പഠിക്കാനായിട്ട് ഞാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സംശയങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് സഭയിലുള്ള വ്യക്തികളൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ, മരിയ ഭക്തിയെക്കുറിച്ചും കുദാശകളെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴൊക്കെ വലിയ ഉൾക്കാഴ്ചകൾ, വചനത്തിൻ്റെ തുറവി, സഭയുടെ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷാ ജീവിതം, എൻ്റെ വചനപ്രഘോഷണ മേഖലകളിലൊക്കെ പരിശുദ്ധ അമ്മ എന്നെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ അഭയം പ്രാപിക്കും. അതിലൂടെ അമ്മ എന്നെ ഒത്തിരിയേറെ കൈക്ക് പിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയും ഞാനും ഏതാനും ചില വ്യക്തികളും കൂടെ ചേർന്ന് ഞങ്ങൾ കുടുംബത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ആ ഇടയ്ക്കാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അഖണ്ഡ ജപമാല എന്ന് പറയുമ്പോൾ ഒരു രഹസ്യം തന്നെ ഏകദേശം 50 നന്മ നിറഞ്ഞ മറിയും അങ്ങനെ 4 ജപമാല പൂർത്തിയാക്കുമ്പോൾ രാവിലെ 10 മണിക്കൊക്കെ ആരംഭിച്ചാൽ വൈകിട്ട് ഒരു 3:30 മണിയൊക്കെ ആവും അവസാനിക്കാനായിട്ട്. അത് ഞങ്ങൾ ഉപവസിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ഞങ്ങൾ 4-5 പേരെ കാണത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ചില നിയോഗങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിങ്ങനെ വെക്കുമായിരുന്നു. ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഫോൺ വരികയാണ്, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം അത് സാധിച്ചു കിട്ടിയതായിട്ട്. ഒരു ദിവസം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സഹോദരി ഫോൺ ചെയ്തു പറഞ്ഞു, അവരുടെ ബ്രസ്റ്റിൽ ഒരു ട്യൂമറുണ്ട്, അത് പൊട്ടി, അത് വ്രണമായി, അത് ക്യാൻസർ ആണെന്ന് സംശയിക്കുന്നുണ്ട്. അവിടെ ചികിത്സ വളരെ ചിലവേറിയതായതുകൊണ്ട് അവർക്ക് അവിടെ ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ല. നാട്ടിലേക്ക് വരാനായിട്ടാണെങ്കിൽ വലിയ കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. വളരെ വേദനയോടു കൂടി അവർ ഫോൺ ചെയ്തു പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആ ദിവസങ്ങളിൽ നടന്ന അഖണ്ഡ ജപമാലയിൽ ഞങ്ങൾ ആ സഹോദരിയുടെ പേര് കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു 2 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ആ സഹോദരിയുടെ ഫോൺ വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ബ്രസ്റ്റിലുണ്ടായിരുന്ന വ്രണം പൂർണ്ണമായിട്ടത് സുഖപ്പെട്ട്, മാത്രമല്ല ഡോക്ടറെ വീണ്ടും കാണിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല, ക്യാൻസർ ആയിരുന്നെങ്കിൽ അങ്ങനെ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകത്തില്ല, അത് ക്യാൻസർ അല്ല എന്ന്. വളരെ സന്തോഷത്തോടു കൂടി ആ സഹോദരിയെ വിളിച്ചറിയിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അപ്പൻ കിഡ്നിയിൽ ട്യൂമറാണെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ വൻകുടലിലും ട്യൂമറുണ്ട്, അത് ക്യാൻസർ ആണെന്ന് ഏകദേശം ഡോക്ടർമാർ സംശയിക്കുകയുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അവർ പോയി ബയോപ്സി ടെസ്റ്റിന് പോകുന്ന സമയത്ത് ശക്തമായിട്ട് ഈ അഖണ്ഡ ജപമാല ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോകുന്നത്. റിസൾട്ട് വന്നപ്പോൾ കിഡ്നിയിൽ ട്യൂമറല്ല, ചെറിയൊരു തടുപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ വൻകുടലിലും ട്യൂമറല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് മാത്രമല്ല അവർ ബയോപ്സി ചെയ്ത് റിസൾട്ട് വരുമ്പോൾ അത് ക്യാൻസറേ അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ അഖണ്ഡ ജപമാല പ്രാർത്ഥനയിലൂടെ സംഭവിക്കാൻ തുടങ്ങി. അത് കേട്ട് ധാരാളം വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അവിടെ നിയോഗങ്ങളൊക്കെ കുറിച്ചു തരികയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെ അത്താണി പരിശുദ്ധ അമ്മയാണ്. ആത്മീയവും ഭൗതികവുമായ സകല കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖലകളിൽ ബുദ്ധിമുട്ടുമ്പോൾ പരിശുദ്ധ അമ്മ സഹായിച്ച അനുഭവങ്ങൾ ഇവർ പങ്കുവയ്ക്കുന്നു. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട ഒത്തിരി അനുഭവങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ 3 മക്കൾ 3 പേരും പഠിക്കുന്ന സമയത്ത് അവരുടെ ഫീസ് കൊടുക്കാൻ ഒക്കെ ഫീസ് കൊടുക്കേണ്ടി വരുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്
ഫീസ് കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ച് ഒത്തിരി വിഷമിക്കുന്ന സമയത്തൊക്കെ അത്ഭുതകരമായ പരിശുദ്ധി അമ്മ ഇടപെട്ട അനുഭവങ്ങൾ. എൻ്റെ മകൾ BSc നഴ്സിങ്ങിന് വേണ്ടി പഠിക്കാനായിട്ട് ചേരുന്നു. ഒരു വർഷം ആദ്യത്തെ വർഷം 1,37,000 രൂപ വേണമായിരുന്നു. ആ സമയത്താണെങ്കിൽ വീട്ടിൽ പൈസ ഒട്ടും ഇല്ലാത്ത സമയമായിരുന്നു. എനിക്കറിയില്ല, ആ 4 വർഷവും 1 രൂപ പോലും ലോണൊന്നും എടുക്കാതെ മുഴുവൻ ഫീസും കൊടുത്ത് എൻ്റെ മകളുടെ BSc നഴ്സിംഗ് പൂർത്തിയാക്കാനായിട്ടുള്ള കൃപ കർത്താവ് നൽകി. പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ആശ്രയിച്ചു. അമ്മയിലൂടെ കർത്താവ് നൽകി അനുഗ്രഹിക്കുകയായിരുന്നു. അതുപോലെ എൻ്റെ സഹോദരൻ്റെ വസ്തു, എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു വാങ്ങിക്കേണ്ടുന്നൊരവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ 5 പൈസ പോലും ഇപ്പോൾ ചിലവാക്കാൻ ഇല്ലാതിരിക്കുന്നൊരു സമയമായിരുന്നു. 10 ലക്ഷം രൂപ വേണം. അത് 2 മാസത്തിനുള്ളിലാണ് 10 ലക്ഷം രൂപ കിട്ടേണ്ടത്. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും കൂടി ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലിരുന്ന് അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഭാര്യ ഒരു 10 രൂപ എടുത്ത് അവിടെ രൂപക്കൂടിൻ്റെ അടുത്തിരിക്കുന്ന ബൈബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ഈ 10 രൂപ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 10 ലക്ഷമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ ആ 10 ലക്ഷം രൂപയും ലഭിക്കത്തക്ക വിധം കർത്താവ് ഇടപെട്ട് അദ്ദേഹത്തിന് സഹോദരന് കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പൈസയൊക്കെ കൊടുത്തു തീർക്കുവാനായുള്ളൊരു കൃപ കർത്താവ് നൽകി. അതുപോലെ അന്നു മുതൽ ഇന്ന് വരെയും സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് ആവശ്യമൊക്കെ വരുമ്പോൾ ഞങ്ങൾ അമ്മയോട് പറയും. അമ്മ എല്ലാ കാര്യങ്ങളും തിരുക്കുമാരനോട് പറഞ്ഞ് ഞങ്ങൾക്ക് സാധിച്ചു തരുന്ന അനുഭവങ്ങൾ ഞങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണത്. സൗഖ്യദായകനായ കർത്താവിനെ വഹിച്ച പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഈ കുടുംബത്തിൽ ഒത്തിരിയേറെ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കി. ഡോക്ടർമാരുടെ തീരുമാനങ്ങൾ മാറ്റിമറിക്കുന്ന ദൈവിക ഇടപെടലുകൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അരുളി ചെയ്ത സൗഖ്യദായകനായ യേശുവിനെ ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ചു വളർത്തിയ പരിശുദ്ധി അമ്മ, അമ്മയുടെ വിമല ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ മകൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് വയറ്റിലൊരു വേദനയുണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത് അപ്പൻഡിസൈറ്റീസ് ആണ്, അത് സീരിയസ് കണ്ടീഷനാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആശ്രയം പരിശുദ്ധ അമ്മയായിരുന്നു. ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അമ്മ അവിടെ ആ തിയേറ്ററിനകത്ത് നിൽക്കണം, അമ്മ തിരുക്കുമാരനുമായി കടന്നു വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ പെട്ടെന്നാണ് കൊച്ചിൻ്റെ വേദനയ്ക്ക് കുറവുണ്ടാകുന്നത് കണ്ട് ഡോക്ടർ ഓപ്പറേഷൻ നടത്താതെ ഒബ്സർവേഷന് വേണ്ടി കിടത്തി. പിറ്റേ ദിവസം ആയപ്പോഴേക്ക് ഡോക്ടർമാർ പറഞ്ഞു, കൊച്ചിന് അപ്പൻഡിസൈറ്റിസ് അല്ല, യാതൊരു പ്രശ്നവുമില്ല, കൊച്ചിനെ പീഡിയാട്രീഷ്യനെ കാണിക്കാൻ പറഞ്ഞു. പീഡിയാട്രീഷ്യനെ കാണിച്ചു. അടുത്ത ദിവസം പീഡിയാട്രീഷ്യൻ പറഞ്ഞു, കൊച്ചിനെ പ്രത്യേകിച്ച് കാര്യമായ രോഗങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിയുടെ അനുജത്തി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അവളുടെ സ്കാനൊക്കെ ചെയ്ത് ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവളുടെ ലിവർ പ്രവർത്തിക്കുന്നില്ല, കിഡ്നികൾ രണ്ടും പ്രവർത്തിക്കുന്നില്ല, പാൻക്രിയാസിസ് പ്രവർത്തിക്കുന്നില്ല, അതിശക്തമായി ന്യൂമോണിയ ഉണ്ട്, ഷുഗർ ഹൈ ആയി നിൽക്കുന്നു, ഒരു വിധത്തിലും ഈ കുട്ടി സുഖപ്പെടത്തില്ല എന്ന് പറഞ്ഞു. 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ ആ സഹോദരി മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഓക്സിജനൊക്കെ കൊടുത്ത് വെന്റിലേറ്ററിൻ്റെ സഹായത്തിൽ കിടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ആ ICU യൂണിറ്റിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഞങ്ങൾ ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. വൈദ്യശാസ്ത്രം കൈവിട്ട സമയത്ത് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ ആശ്രയിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അങ്ങനെ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 10-12 ദിവസത്തോളം കടന്നുപോയി. അവർ ലക്ഷക്കണക്കിന് രൂപയുടെ മെഡിസിൻ കുത്തിവെച്ചിട്ടും സൗഖ്യമൊന്നും കിട്ടുന്നില്ല. ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇനി ഇവിടെ കിടത്തിയിരിക്കുന്നത്, വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി പെട്ടെന്നൊരു ദിവസം അവൾക്ക് കർത്താവിൻ്റെ സ്പർശനം ഉണ്ടായി. അവൾ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. 2014 ആ സഹോദരി മരണത്തോട് മല്ലടിച്ച് കിടന്നതെങ്കിൽ ഇന്നും അവൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി കിടന്ന ഒരമ്മ, ആ അമ്മയുടെ മകളായൊരു സിസ്റ്ററോട് ഹൈന്ദവനായ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇവിടെ കിടന്ന ആ പെൺകുട്ടിക്ക് എല്ലാ മരുന്നുകളും ഉപേക്ഷിച്ച് മരണത്തോട് മല്ലടിച്ച് കിടന്ന പെൺകുട്ടിക്ക് സൗഖ്യം കിട്ടിയത് അവരുടെ കുടുംബാംഗങ്ങൾ അവിടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കണ്ടു. നിങ്ങളും പ്രാർത്ഥിക്ക്. ഒരു ഹൈന്ദവനായ ഡോക്ടറുടെ അതരത്തിൽ നിന്ന്
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ മഹത്വം എത്രമാത്രം വലുതാണെന്ന് ഞാനത് മനസ്സിലാക്കിയായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എത്രമാത്രം നമ്മളെ സംരക്ഷിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഒരു പാമ്പ് കയറിയിട്ട് പല പ്രാവശ്യം ആ പാമ്പിൻ്റെ അസ്വസ്ഥതകളുണ്ടായി. ഉറങ്ങി കിടക്കുന്ന കട്ടിലിൻ്റെ പായയുടെ അടിയിൽ പാമ്പിനെ കണ്ടു. അതിനുശേഷം ഒരു പാമ്പ് ടോയ്ലറ്റിൽ, പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് ടോയ്ലറ്റിൽ. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന സമയത്ത് ഭിത്തിയുടെ അരികിലിരിക്കുന്ന കുഞ്ഞിൻ്റെ തോളിലേക്കൊരു പാമ്പ് വീണു. ഏതാണ്ട് 5-6 പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ. എൻ്റെ വീട്ടിൽ ആകെ ഭയമായി, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പേടിയായി. ആ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വ്യക്തിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ വിഷയം പറഞ്ഞപ്പോൾ അകലെ നിൽക്കുന്ന വ്യക്തി ഫോണിലൂടെ പറയായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഈ അമലോത്ഭവ മാതാവിൻ്റെ ഒരു രൂപമുണ്ടല്ലേ, പാമ്പിനെ ചവിട്ടി നിൽക്കുന്ന മാതാവിൻ്റെ രൂപമുണ്ടല്ലേ, അവിടെ പരിശുദ്ധി അമ്മ ശക്തമായിട്ട് നിങ്ങളെ സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ശക്തമായിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരിക്കൽ പോലും അങ്ങനെ ഒരു ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, 5-ലേറെ പാമ്പുകൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് പല പ്രാവശ്യമായിട്ട് അതിനെയൊക്കെ തല്ലിക്കൊന്നെങ്കിലും ഒരു പാമ്പ് പോലും ഞങ്ങളെ ആരെയും ഉപദ്രവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ അനുവദിച്ചില്ല. നരക സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന പരിശുദ്ധ അമ്മ എത്രമാത്രം അത്ഭുതകരമായിട്ട് എല്ലാ അപകടങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളത് ഞങ്ങളത് അനുഭവിച്ചറിയായിരുന്നു. അമ്മയുടെ ആ കരുതൽ, അമ്മയുടെ സംരക്ഷണം ഇതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. അതുപോലെയാണ് ഓരോ ദിവസവും പരിശുദ്ധ അമ്മ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ കാത്തുകൊള്ളും. അമ്മ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം അമ്മ തന്നെയാണ്. ശുശ്രൂഷാ മേഖലകളിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നു. സാത്താൻ്റെ തല തകർക്കുന്ന പരിശുദ്ധ അമ്മ ശുശ്രൂഷാ വേളകളിൽ ഇടപെട്ട അനുഭവങ്ങളും നിരവധിയുണ്ട്. സാത്താൻ്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ അധികാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സംഭവം, ഒരു കൺവെൻഷൻ ശുശ്രൂഷയുടെ സമാപനമായപ്പോൾ ഒരമ്മച്ചി പെട്ടെന്ന് ശക്തമായി വയലൻ്റായി. അതിനുശേഷം അമ്മച്ചി നിലത്ത് കിടന്ന് ഇങ്ങനെ ഉരുളാൻ തുടങ്ങി, വളരെ വിഭ്രാന്തി കാണിക്കാൻ തുടങ്ങി. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത കടന്നു വന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ശക്തമായ വിടുതൽ സംഭവിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയുടെ പവർ എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. ഞാൻ ഈ പ്രാർത്ഥന മനസ്സ് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ ബന്ധനം ഇത് വിട്ടുപോകണമെന്ന്. ഞാനങ്ങനെ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ആദ്യം മനസ്സിൽ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചി ഭയങ്കരമായിട്ട് അസ്വസ്ഥതയായിട്ട് പൂർണ്ണമായിട്ട് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവൻ കിടന്നു. ഇവിടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ചേർന്ന് പെട്ടെന്ന് ഈ അമ്മച്ചിയെ എടുത്ത് വണ്ടിയിലാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ തുടങ്ങി. അവർ പറയുമായിരുന്നു, സാധാരണ ഈ അമ്മച്ചിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, 1-2 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നാൽ മാത്രമേ സുബോധം കിട്ടുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഈ അമ്മച്ചി എടുത്ത് വണ്ടിയിലേക്ക് ഇങ്ങനെ കിടത്തുന്ന സമയത്ത് ഞാനിങ്ങനെ എത്രയും ദയുള്ള മാതാവെന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വികാരിച്ചും വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അമ്മച്ചിക്ക് ബോധം തിരിച്ചു കിട്ടി. അമ്മച്ചി വളരെ നോർമലായി. ആ മക്കളുടെ കൂടെ തന്നെ ഈ അമ്മച്ചി ഭവനത്തിലേക്ക് പോയി. പിറ്റേന്ന് ആ മക്കളൊന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരിക്കൽ പോലും ഈ അമ്മച്ചി ഇങ്ങനെ ബോധം നഷ്ടപ്പെട്ടാൽ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യാതെ ഈ അമ്മച്ചി ബോധത്തിലേക്ക് വന്നിട്ടില്ല എന്ന്. എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ശക്തി പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വളരെയേറെ തീഷ്ണതയോടുകൂടി, വളരെ ബോധ്യത്തോടു കൂടി ചെല്ലുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം നമ്മൾ ഏതൊരു മേഖലയിൽ ചോദിച്ചാലും നമുക്ക് ലഭിക്കുന്നൊരു സംഭവം. എൻ്റെ മകൾ BSc നഴ്സിങ്ങിന് പഠിക്കുന്ന ഈ സമയത്ത് 2018 അവളുടെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന പാലക്കാട് മരിയൻ റിന്യൂവൽ സെൻ്ററിൽ അവിടെ അഖണ്ഡ ജപമാല നടക്കുകയായിരുന്നു, ഒക്ടോബർ 1 മുതൽ 31 വരെ. അവിടെ ഞാൻ ഈ നിയോഗം കുറിച്ച് വെച്ചു, കർത്താവേ, എൻ്റെ മകളെ മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികളെയും നല്ല മാർക്കോടെ ജയിപ്പിക്കണമേ എന്ന്. അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് 47 കുട്ടികളിൽ 7 കുട്ടികൾ ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായി, 40 കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. ആ കോളേജിലെ പ്രിൻസിപ്പാൾ സിസ്റ്ററും മറ്റ് സിസ്റ്റേഴ്സും ഒക്കെ പറയുമായിരുന്നു, ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികളും ജയിച്ചു എന്ന് മാത്രമല്ല എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ മാർക്ക് കിട്ടിയെന്നുള്ളത്. പരിശുദ്ധ അമ്മ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
രോഗസൗഖ്യമാണെങ്കിലും വിടുതലാണെങ്കിലും സാമ്പത്തിക മേഖലയിൽ പരിശുദ്ധി അമ്മയ്ക്ക് എല്ലാ മേഖലകളിലും ഇടപെടാൻ പറ്റുമെന്നുള്ള വലിയൊരു ബോധ്യമാണ് കർത്താവ് ഞങ്ങൾക്ക് നൽകിയത്. ആ അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്ക് ഈ ലോകത്ത് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ അമ്മ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എത്ര വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരെയും അമ്മയുടെ അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് ആ വിമല ഹൃദയത്തിൽ ചേർത്ത് വെക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അമ്മേ.